കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചപൂജയും കളഭാലങ്കാരവും മാത്രമല്ല, ഇന്നിപ്പോൾ 18 പൂജയും അതേപോലെ 18 ശീവേലിയും, അതായത് 2 ആനയെ കൊണ്ടാണ് മാറിയിട്ട് ഉച്ചപൂജ തന്നെ നേരം വഴുകി. ഇന്ന് 3 മണി കഴിഞ്ഞിട്ടാണ് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നത്. ഇന്ന് അത്രയും തിരക്കായിരുന്നു. തിരക്ക് എന്ന് പറഞ്ഞാൽ ആരെയും അകത്തേക്ക് ദർശനത്തിന് വിട്ടിരുന്നില്ല. രാവിലെ മാത്രമായിരുന്നു. ബാക്കിയുള്ള സമയം ഉച്ചപൂജ കഴിഞ്ഞിട്ടാണ് കുറച്ച് പേര്, ഏകദേശം 5-6 വരി മാത്രമാണ് അകത്തേക്ക് വിട്ടത്. അങ്ങനെ വളരെ എന്താ പറയുക, ഒരു പുണ്യാഹത്തിൻ്റെ ആ ഒരു പ്രശ്നം കാരണം ഇത്രയും ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ, പക്ഷേ ഒരു കണക്കിന് ഗുരുവായൂരപ്പന് ശക്തി കൂടി എന്ന് തന്നെ പറയാം. കാരണം 18 പൂജ ഒരു ദിവസം ഒന്നിച്ച് കിട്ടില്ലേ, അതേപോലെ 18 ശീവേലിയും മൂപ്പർക്ക് കിട്ടുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോവാം. അപ്പോൾ നമുക്ക് മഞ്ജുളാലിൻ്റെ അവിടെ വന്ന്, കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് വലം വെച്ച് നമുക്കിങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ അത്തിമര ഗണപതിയെ ഒന്ന് വന്ന് തൊഴാം. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരുക. അകത്തേക്ക് ഇങ്ങനെ പോരുമ്പോൾ ആ കൊടിമരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണുന്ന വലിയ വെലിക്കല്ല് കാണാം. അതും കഴിഞ്ഞാൽ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കേശവൻ്റെ 2 കൊമ്പുകൾ ഇങ്ങനെ സ്വർണം പൊതിച്ചത് ഇങ്ങനെ കാണാം. അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവിയുടെ വിഗ്രഹം കാണാം. അതൊന്ന് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ് അകത്തേക്ക്. അങ്ങനെ കയറുമ്പോൾ ഇടത്തേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കണ്ടൊന്ന് നമസ്കരിക്കാം. അതുപോലെ വലത്തേ സൈഡിലത്തെ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് ഒന്ന് മനസ്സിൽ ആ നരസിംഹാവതാരത്തെ ഒന്ന് സ്മരിക്കാം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ എന്തൊരു രസം! അന്ന് പൂർവാധികം എന്താ പറയുക, തേജസ്സോട് കൂടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഈ 18 പൂജയൊക്കെ അങ്ങോട്ട് കിട്ടുമല്ലേ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അതുപോലെ തന്നെ ആനപ്പുറത്തുള്ള ശീവേലി 18 എണ്ണമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അതിലേറെ അതിവിശേഷം. അത് 2 ആനകളുടെ പുറത്തിങ്ങനെ മാറി കയറിയിരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. എന്താ എല്ലാറ്റിനും ഓരോ നിമിത്തം എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം പിന്നെ ബിഗ് ബോസ് താരത്തിന് വന്നിട്ട് ആ അന്യമതസ്ഥയ്ക്ക് വന്നിട്ട് ആ കുളത്തിൽ ഇറങ്ങാൻ തോന്നിയതും എല്ലാം ഓരോരോ നിമിത്തങ്ങൾ, കണ്ണൻ്റെ ഓരോ മായകളെ. എന്തായാലും നമ്മളിങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷവനായിട്ടുള്ള ആ ഒരു ഉണ്ണിക്കണ്ണനെ കാണണം കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ കാൽപാദം കാണുകയാണ്, കാൽത്തളകൾ ഇങ്ങനെ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ എന്താ ഒരു പാവുകൊണ്ട് ഇങ്ങനെ പാളത്താറ് പോലെ ഇങ്ങനെ ഉടുത്തന്ന, അതായത് എനിക്ക് തോന്നുന്നത് ഈ തിരുമേനിമാർ ഉടുക്കുന്ന അതേപോലെ ശാന്തിക്കാരൻ്റെയൊക്കെ പോലെ ആണ്. ഇനിയിപ്പോൾ മേൽശാന്തിയാണോ എന്നറിയില്ല. എന്തായാലും നമുക്കിങ്ങനെ നോക്കാം. അങ്ങനെ നോക്കി വരുമ്പോൾ അരമണി കാണാണ്ട്, അരമണിയും കിങ്ങിണിയൊക്കെ യഥാർത്ഥം തന്നെ കേട്ടോ, അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, മാങ്ങാമാല, പതക്കം പോലത്തെ മാല അങ്ങനെ കാണാണ്ട്. പിന്നെ കയ്യിലേക്ക് നോക്കിയാൽ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. കയ്യിൽ വലത്തെ കയ്യിൽ പൊന്നോടക്കോഴിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, മാറോട് ചേർത്തിട്ട് പിടിക്കുന്ന മാതിരി. അതുപോലെ ഇടത്തെ കയ്യിൽ നിന്ന് ആവണിപ്പലകയാണ് കേട്ടോ. അത് ആള് മേൽശാന്തിയുടെ രൂപത്തിലാണെന്ന് തോന്നുന്നു. വളരെ നന്നായിട്ടുള്ള രസമായിട്ടാണ്. കാരണം പൂജയൊക്കെ ആയിട്ടേ മേൽശാന്തിയൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചതല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ആയിക്കോട്ടെ ഒരു രൂപം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാവും തോന്നുന്നു. ഒരു ഇതൊക്കെ എടുത്തിട്ടുള്ള പൂണോലൊക്കെ ഇട്ടുള്ള നല്ലൊരു ശാന്തിയാണ്. ആവണിപ്പടയൊക്കെ അങ്ങനെ എടുത്ത് ഇനി ഇരിക്കാൻ തയ്യാറെടുക്കാൻ തോന്നുന്നു. അങ്ങനെയാണ് ആ കാഴ്ച ശ്രീലകത്തെ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ തിരുമുടിമാലകളുണ്ട്. തിരുമുടിമാലകൾ 2 ചുവന്ന തിരുമുടിമാലകൾ. അതിങ്ങനെ എന്താ ഇങ്ങനെ വേറെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ മുഖത്ത് ആ തൂമന്ദഹാസത്തിലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കുസൃതി കൊണ്ടുള്ള ആ കളിയാണ്. ആരായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, എനിക്കതൊന്നും പ്രശ്നമില്ല, എനിക്ക് പൂജയൊക്കെ കിട്ടി, എനിക്ക് എന്താ പറയുക ഇന്നത്തെ സദ്യ കിട്ടി, അതൊക്കെയാണ് ആ ചിറിയിലുള്ളത്. പിന്നെ സ്വന്തം സഹചാരിയായിട്ടുള്ള ഓടക്കുഴൽ വിട്ട് കളിക്കുന്ന ഒരു പരിപാടി ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെയാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ നോക്കി വരുമ്പോൾ പിന്നെ ഉള്ളത് കാതിൽ ചെവിപ്പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ ഉണ്ടമാല ഉണ്ട്. അതിലുമുണ്ട് തെച്ചിയും തുളസിയും വെളുത്ത പൂവും എല്ലാം കൂടി ആയിട്ടാണ് കലർന്ന് നല്ല കട്ടിയുള്ളതാണ്. നല്ല കട്ടിയിലിങ്ങനെ താഴെ വരെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു അലങ്കാരം. അതേപോലെ മുകളിൽ നോക്കിയാലൊരു
താമരമാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ 4-5 ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസിയുടെ മാല കാണാണ്ട് എല്ലാം കൂടി ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണ്. ഇന്ന് എന്തായാലും കുറേ വൈകിയതാണ്, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാനെ കാണാൻ തന്നെ എന്തൊരു കൗതുകമാണെന്നറിയോ. കുറേ വൈകിയാലും നല്ല രൂപത്തിലാണെന്ന് ദർശനം തരുന്നത്. ഭക്തരെ എല്ലാവരും അനുഗ്രഹിച്ച് നിൽക്കുക കേട്ടോ കണ്ണനെ. അപ്പോൾ നമ്മളങ്ങനെ തൊഴുത് അവിടുന്ന് ഇറങ്ങി, അങ്ങനെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന ബലിക്കല്ല് നോക്കിയിട്ട് തൊഴുതു. പിന്നെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ടാണ് തൊഴുതത്. അതിന് ശേഷം പിന്നെ തിടപ്പള്ളി നോക്കി തൊഴുതു. പിന്നെ അങ്ങനെ തിരിഞ്ഞു നിന്നാൽ നേരെ ആ ആലിലക്കണ്ണനെ കണ്ട് തൊഴാം, സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അതിനുശേഷം ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അവിടെ വരുമ്പോൾ വലിയ തിരക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ ആയിട്ടുള്ള തിരക്ക് തന്നെ ഉള്ളൂ. അവിടെ എങ്ങനെ വെച്ചാൽ മഞ്ഞ പട്ടാണ് എടുത്തിട്ടുള്ളത്, മഞ്ഞ പട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അങ്ങനെ മുഖമൊക്കെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അവിടെയും നല്ല രസമായിട്ടുള്ള ഒരു സന്തോഷവാനായിരിക്കുന്ന ഗണപതിയാണ് കാണുന്നത്. പിന്നെ അതേപോലെ തെച്ചിപ്പൂക്കളുണ്ട്, അതേപോലെ തുളസിയും എല്ലാം കൂടി മിക്സായിട്ടുള്ള മാല ചാർത്തിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ ഗോപീതിലൊക്കെ ഇങ്ങനെ ഒരു 8-9 എണ്ണം അങ്ങനെ ഉണ്ട്. 4 എണ്ണം ആയിട്ടും ഒരെണ്ണം പിന്നെ എന്താ പറയുക, നമ്മുടെ നെറുകിൽ നല്ല നെറ്റിയിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതാണൊരു ആഭരണം പോലെ ഉള്ളത്. അപ്പോൾ എന്തായാലും എല്ലാം നന്നായിട്ടുള്ള മംഗളഗണപതി ആയിട്ടായിരിക്കണത്. ഇനിയിപ്പോൾ നാളെ ചതുർത്ഥിയല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം. നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞിട്ട് സരസ്വതി ദേവിയുടെ അടുത്തേക്ക് നോക്കുക. അപ്പോൾ ആ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. ഫോട്ടോൻ്റെ മേലെ 2 മാലകളുണ്ട്, തുളസിയും തെച്ചി വെളുത്ത പൂവായിട്ടുള്ളത് അതേപോലെ തന്നെ. അപ്പോൾ അവിടെയും പ്രാർത്ഥിക്കുക കേട്ടോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ കോർണറിലൂടെ വരുമ്പോൾ ചെറിയ ഗണപതിയെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. പിന്നീട് മേൽശാന്തിയുടെ അവിടെ മേൽശാന്തി ഇരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പൂജകളൊക്കെ ഉണ്ടായിരുന്നത്, ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂരിപ്പാടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ തന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ശുദ്ധികർമ്മങ്ങളൊക്കെ ആയിട്ടേ പുണ്യാഹത്തിൻ്റെയൊക്കെ ആയതുകൊണ്ട് പരിസമാപ്തിയായി എന്തായാലും. അത് കഴിഞ്ഞാൽ നമ്മൾ കാണാനുള്ളത് വാമനാവതാരവും അതേപോലെ ഗജേന്ദ്രമോക്ഷവും അതേപോലെ വിഷ്ണുവിൻ്റെ ഗരുഡാരൂഢനായിരിക്കുന്ന വിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തശായിയായ അനന്തൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെയും ധാരാളം പൂക്കളുണ്ട്. വെളുത്ത പൂവും ചുവപ്പും കൂടിയുള്ള ആ ഒരു മാലകളാണ് ധാരാളം കാണാനുണ്ട്. അങ്ങനെ അവിടെയും തൊഴുത് നമ്മളവിടുന്ന് ഇങ്ങനെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുവരുമ്പോൾ ശ്രീരാമചന്ദ്രൻ്റെയൊക്കെ അവിടെ എത്തുമ്പോൾ മാലകളായി. പിന്നെ കണ്ണൻ്റെ അവിടെ എത്തുമ്പോൾ 2-3 തുളസി മാലകളുണ്ട്, നിറച്ചുണ്ട്. പിന്നെ മുരുകൻ്റെ അവിടെയുണ്ട്, മാലയുണ്ട്. അതേപോലെ ധാരാളം ഭസ്മമുണ്ട്, ഭസ്മാഭിഷേകം കഴിഞ്ഞിരിക്കുക. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ കാണാനുള്ള കാഴ്ച എന്താ വെച്ചാൽ വെറ്റിലയും തെച്ചിയൊക്കെ കൂടിയിട്ടുള്ള അതുകൊണ്ട് തന്നെ കിരീടം പോലെ വെച്ചിട്ടുമുണ്ട്. പിന്നെ കുങ്കുമമൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമീനെ തൊഴുത് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുതു. അതേപോലെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത്
നമ്മളിങ്ങനെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം നോക്കിയിട്ടൊന്ന് തൊഴാം. പിന്നീട് നേരെ നോക്കിക്കഴിഞ്ഞാൽ മണിക്കിണർ കാണാം. അതേപോലെ ഇന്നിപ്പോൾ അവിടെ തുറന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വന്ന് പ്രവേശിക്കാം. എപ്പോഴാണ് അടയ്ക്കാമെന്നറിയില്ല കേട്ടോ. അങ്ങനെ ആ നൃത്താറ കാണാം. നൃത്താറയിൽ ഉണ്ണിയുടെ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണു. ആ ദീപം ഇങ്ങനെ കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഉണ്ണി കളിക്കാമെന്നാണ് അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ അവിടെ തൊഴുത് നമ്മൾ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരിക. എന്നിട്ട് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അധികം ആരും ഇല്ല കേട്ടോ. വളരെ ഒന്നാമത് ചൊവ്വാഴ്ചയാണ്. പക്ഷെ ഇന്ന് ഈ ഒരു ഇതൊക്കെ ഉണ്ടാവുകൊണ്ടാണ്, ശുദ്ധിയും മറ്റു കാര്യങ്ങളോ പുണ്യാഹമൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും വൈകുന്നേരത്തെ തിരക്ക്. ഉച്ചപൂജ ആ സമയത്തൊരു തിരക്കേ. കാരണം വൈകുന്നേരത്ത് വന്നിരിക്കാനുള്ള ആളുകളും കൂടി കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉച്ചപൂജയിലേക്ക് വിട്ടു. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് ഇങ്ങനെ പോവാം. ഭഗവതിയുടെ അടുത്ത് ചെല്ലുമ്പോഴോ ബാലസ്വരൂപിണിയായിട്ടാണ് ഭഗവതി. ഇങ്ങനെ എന്തൊരു സുന്ദരിയായിട്ടാട്ടോ, നല്ല സുന്ദരി കുട്ടി. ആ ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ചുവന്ന പട്ടൊക്കെ വെച്ചിട്ട് നല്ല വളരെ ഗോപീതിലകമൊക്കെ വെച്ചിട്ട് നെറ്റിയിൽ നല്ല സ്വർണം കൊണ്ടുള്ള ആ ഒരു ഗോപീതിലകം കൊണ്ടുള്ള മാലകളാണ്. കുട്ടീനെ കണ്ട എന്താ ചെറിയ വാരി എടുക്കാൻ തോന്നുന്നു പറഞ്ഞില്ലേ, അതേപോലെയാണ് കേട്ടോ. അന്ന് ബാലസ്വരൂപിണിയായിട്ടുള്ള മനോഹരിയായിട്ടുള്ള ആ ഭഗവതി സ്വരൂപമാണ് അന്ന് കാണാനുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ അമ്മേനെ നമുക്കിങ്ങനെ എന്താ പറയുക, അത്രയ്ക്കും ഇങ്ങോട്ട് വാരി എടുക്കാൻ തോന്നുന്നില്ല. ആ ഒരു മാതിരിയാണ്. ഒരു കുസൃതി നിറഞ്ഞ മുഖമാണേ. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമ്മേനെ പ്രാർത്ഥിക്കാം കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ വരുമ്പോൾ നേരെ വന്നിട്ട് ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. പിന്നീട് നേരെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി നമുക്ക് ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വണിപ്പലകയും ഓടക്കുഴലൊക്കെ പിടിച്ച് നിൽക്കുന്ന ഉണ്ണി താറ് പോലെ എടുത്തിട്ടുള്ള ആ ഉണ്ണീനെ കണ്ട് ഒന്നുകൂടി തൊഴാം. നമസ്കരിച്ച് കൂത്തമ്പലത്തിൽ വരിക. കൂത്തമ്പലത്തിലെത്തിയിട്ട് അവിടെ ഒന്ന് നമസ്കരിക്കുക. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരികയാണ്. അയ്യപ്പസ്വാമിയെ കാണുമ്പോഴാണെങ്കിൽ അതിമനോഹരാട്ടോ. എല്ലായിടത്തും പൂജകളൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും സംപ്രീതമായിട്ടാണ് ഇരിക്കുന്നത്. മുകളിൽ, അതായത് അടിയിൽ പാവുകൊണ്ട് ഇങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. മുകളിൽ മേൽവസ്ത്രം ആണ് ഉടുത്തിട്ടുള്ള ചോപ്പ്. നമ്മൾ എന്താ പറയുക, ഷർട്ട് എന്നൊക്കെ പറയില്ല, അതേമാതിരി ഷർട്ടല്ല, പക്ഷെ അതേമാതിരി മേൽവസ്ത്രം ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ ഇങ്ങനെ ഉണ്ട്. മുഖത്ത് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ രാജകുമാരനായിട്ടാണ്, ആ പന്തള രാജകുമാരനായിട്ടാണ് ഇന്നിപ്പോൾ അയ്യപ്പസ്വാമി ഇങ്ങനെ നമ്മളെ ഭക്തരെ കാത്തിരിക്കുന്നത് അനുഗ്രഹിക്കാനായിട്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. കഴുത്തിലൊരു പതക്കുണ്ട്. അതേപോലെ തന്നെ ധാരാളം ആഭരണങ്ങൾ ഇങ്ങനെ ആ നെയ്വിളക്കിൻ്റെ അതിലിങ്ങനെ നമ്മൾ സാധാരണ ശ്രീലകത്താണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെയും വന്ന് വളരെ മനോഹരമായിട്ട് നന്നായിട്ട് തിളങ്ങി ആ രാജകുമാരൻ തന്നെയാണ്. അങ്ങനത്തെ ആ രൂപത്തിലാട്ടോ അയ്യപ്പസ്വാമിയുടെ ആ അലങ്കാരം. അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് വന്നിട്ട് നേരെ പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് നേരെ നമ്മൾ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. ഇപ്പോൾ ആ കുളമൊക്കെ ശുദ്ധമായി എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഹിന്ദു കയറിയിട്ട് അത് അശുദ്ധമായിരുന്നു. അതൊക്കെ ഇപ്പോൾ ശുദ്ധമായി, പൂജകളുണ്ട്. കാരണം ആറാട്ടിനൊക്കെ ഉള്ള ഭഗവാന്റെ ആറാട്ടമൊക്കെ നടത്തുന്ന കുളമാണ്. അത് അത്രയും പരിശുദ്ധമാണ്, രുദ്രതീർത്ഥ കുളമാണ്. അപ്പോൾ ആ മേൽശാന്തിയൊക്കെ കുളിക്കുന്ന ആ കുളമാണ്. അതാണ് പവിത്രമല്ലാതാക്കി തീർത്തത്. അപ്പോൾ എന്തായാലും അതൊക്കെ മാറി ഇപ്പോൾ വീണ്ടും പരിശുദ്ധമായ ആ കുളമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപം കാണാം. അതൊന്ന് കണ്ട് തൊഴാം. അതേപോലെ നാരായണാലയത്തിൽ ചെന്നിട്ട് അവിടെ നോക്കിയാൽ ധാരാളം ഭക്തരിങ്ങനെ ഭജന ചെല്ലുണ്ട്. അതേപോലെ ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഇങ്ങനെ വന്ന് ഭഗവതി നടയിൽ വന്ന് ഒന്നുകൂടി തൊഴുത് കിഴക്കേ നടയിലുള്ള വലിയ
ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴാം. അപ്പോൾ ആ പ്രകാശം ഇങ്ങനെ കാണാം. പിന്നെ അവിടെ നിന്ന് നമ്മൾ തെക്കേ നടയിലേക്ക് ഇങ്ങനെ വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ മഹാദേവനെയും പാർവതീ ദേവീനെയും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രമേഷ് മൂലം, പ്രഭു പൂയം അവരുടെ കടം വീടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ സന്തോഷ് വിശാഖം അവർക്ക് ഷുഗർ കുറഞ്ഞിട്ട് മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട്, സുധീർ തൃക്കേട്ട മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് കാലിൽ. പിന്നെ റാണി ലക്ഷ്മി മകീരം അവർക്ക് മനസ്സിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഏത് നേരം വിഷമമാണ്. അപ്പോൾ ആ വിഷമം മാറാൻ വേണ്ടിയിട്ടാണ്. അനഘകൃഷ്ണ രേവതി രോഗശാന്തിക്കും ആയുരാരോഗ്യത്തിനും വേണ്ടിയിട്ടാണ്. അർജുൻ കൃഷ്ണ മൂലം പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.